വെള്ളാപ്പള്ളി നടേശൻ താൻ വഹിക്കുന്ന ഉത്തരവാദിത്വവും ചുമതലയും അത് ശ്രീനാരായണ ഗുരുവിൻ്റെ നാമധേയത്തിൽ കൂടി പ്രവർത്തിക്കുന്ന SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനമാണ്. ആ സ്ഥാനത്തിന് നിരക്കുന്നതാണോ എന്ന് അദ്ദേഹത്തിന് തന്നെ സംശയം തോന്നേണ്ട തരത്തിലുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അതിനെക്കുറിച്ച് പ്രസ്താവന ഇറക്കുകയുണ്ടായി. നിങ്ങളത് കണ്ടിരിക്കും, ഞാനും അത് കണ്ടിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ സംരക്ഷിക്കാനോ അദ്ദേഹം പറയുന്ന എല്ലാത്തിനെയും ന്യായീകരിക്കാനോ ഇടതുപക്ഷ ജനാധിപത്യമുണ്ടോ CPM തയ്യാറായിട്ടില്ല. ഒരു പ്രസ്താവന തന്നെ ഇറക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളോട് സഹകരിക്കാൻ ചില നിലപാടുകൾ കണ്ടില്ലെന്നടിക്കാൻ കഴിയില്ല CPIM എന്ന നിലയിൽ മിക്കവാറും പത്രങ്ങളിലല്ലാതെ വന്നതാണ്. അപ്പോൾ അതിനപ്പുറം ഈ വെള്ളാപ്പള്ളി നടേശനെ എന്തോ സംരക്ഷിക്കാൻ വേണ്ടി CPIM ശ്രമിക്കുന്നു, CPIM നേതാക്കന്മാർ ശ്രമിക്കുന്നു എന്നെല്ലാമുള്ള തരത്തിലുള്ള ഒരു അതിശയോക്തിപരമായ ആഖ്യാനം ബോധപൂർവം പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾക്കൊരു വിവരമുണ്ട്. ഒരു വ്യക്തി എടുത്ത് ഒരു വനിതയോടാണ്, പ്രായം ചെന്നൊരു വനിതയോട് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് ചോദിച്ചപ്പോൾ ആ വനിത പറഞ്ഞു, അല്ല മറ്റു കാര്യങ്ങളെല്ലാം കുഴപ്പമില്ല, ഗവൺമെൻറ് എല്ലാം കൊള്ളാം, മുഖ്യമന്ത്രി എല്ലാം കൊള്ളാം, പക്ഷേ ഇന്ന ആളെ വണ്ടി കയറ്റിക്കൊണ്ട് പോകാൻ പാടില്ലായിരുന്നു, അത് തെറ്റായിപ്പോയി ഒരാൾ പ്രതികരിച്ചു. ഞാൻ മനസ്സിലാക്കിയ സംഭവം, നടന്ന സംഭവം. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, നിങ്ങളീ പറഞ്ഞ വണ്ടി കയറ്റാൻ പാടില്ലായിരുന്നു, നിങ്ങളീ പറഞ്ഞ ആള്, ഈ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹം ആരാന്നറിയൂ? അതെനിക്കറിഞ്ഞൂടാ, അതാരാന്ന് എനിക്കറിഞ്ഞൂടാ. ഇങ്ങനൊരു സംഭവമാണ്, ഇത് നടന്ന സംഭവമാണ്. അപ്പം ഇത് എന്തോ വലിയ അപകടം പിടിച്ച ഒരാളാണ് എന്ന തരത്തിൽ അദ്ദേഹത്തെ അവതരിപ്പിക്കുകയും അത്ര അപകടം പിടിച്ച ആളിനെ വണ്ടി കയറ്റാൻ പാടില്ല. നമുക്കിപ്പോൾ സുജന മര്യാദയില്ല. ഞാനിവിടെ വന്ന് ഇറങ്ങുന്നു, മറ്റൊരു സ്ഥലത്തേക്ക് ഞാൻ പോകുമ്പോൾ കൂടുള്ള ഒരാൾ, അപ്പം അത് പിന്നെ കൗമുദി TV പ്രവർത്തിക്കുന്ന ആളാകാം, പിന്നെ റിപ്പോർട്ടർ TV പ്രവർത്തിക്കുന്ന ആളാകാം, ജനൻ TV പ്രവർത്തിക്കുന്ന ആളാകാം, മീഡിയ വണ്ണി പ്രവർത്തിക്കുന്ന ആളാകാം. അപ്പം അപ്പോൾ നോക്കി ഞാനും വരുന്നുണ്ട്, ശരി കയറിക്കുമെന്ന് ഞാൻ പറയും. അതൊരു സുജന മര്യാദയാണ്. ഇവരൊരുമിച്ചൊരു സ്ഥലത്ത് ചെന്നു, അവിടെ ചെറിയ ദൂരം യാത്ര ചെയ്യുകയാണ്. അപ്പം അതൊരു അംഗീകാരം കൊടുക്കലല്ല, അത് വളരെ യാദൃച്ഛികമായ ഒരു സംഭവമാണ്. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം നിങ്ങൾ കാറിലൊന്നും കേണ്ട, നിങ്ങൾ മാറി നിൽക്കൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ നല്ലൊരു ഭാഗം പറയാൻ പോതെ, ഒന്നുമില്ലെങ്കിലും ഈ സമൂഹത്തിൽ SNDP യോഗത്തിൻ്റെ ഒരു സെക്രട്ടറി അല്ലേ, അദ്ദേഹം കാറിലൊന്ന് കയറട്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്ത് ധാർഷ്ട്യത്തോടു കൂടിയാണ് ഈ മുഖ്യമന്ത്രി പാടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് എന്ന് നിങ്ങൾ എഴുതുമായിരുന്നോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഒരു ഉദാഹരണത്തിനായി നമുക്ക് പലതരത്തിൽ ആലോചിക്കാമല്ലോ. അപ്പം ഇത് പിണറായി വിജയൻ ഗവൺമെൻറ് എന്താണ് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത്, ജനക്ഷേമത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത്? ഇന്ന് സ്കൂളുകളിലൊക്കെ റോബോട്ടിക്സ് പഠിപ്പിക്കുകയാണ് കേരളത്തിലെ സ്കൂളുകളിൽ. ഇത് പറയുമ്പോൾ ചിലർക്ക് അറിഞ്ഞുകൂടാ, ചിലത് അറിഞ്ഞിട്ടില്ല. വലിയ മാറ്റമല്ലേ? എല്ലാ സ്കൂളുകളും സ്മാർട്ട് ക്ലാസ് റൂമുകളായിട്ട് മാറുകയാണ്. പാലങ്ങൾ, റോഡുകൾ, കുണ്ടും കുഴിയും ഇല്ലാത്ത റോഡുകൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളായി ഉച്ചവരെ മാത്രം ഒരു ഡോക്ടറെയും നഴ്സിനെയും വെച്ച് പ്രവർത്തിച്ചിരുന്നതെല്ലാം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളായിട്ട് മാറുന്നു. 3 ഡോക്ടർമാരും നഴ്സുമാരും ഉണ്ട്, വൈകുന്നേരം വരെ പ്രവർത്തിക്കുന്നു. ഇങ്ങനെല്ലാമുള്ള മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി 1.5 കിലോമീറ്റർ യാത്ര ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ആരാ കാറിൽ കയറിയത് എന്നുള്ളത് കേന്ദ്ര ചർച്ചാ വിഷയമാക്കുക എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്.